ഞാൻ ആകാശവാണിയിൽ കുറച്ചു കാലം ന്യൂസ് റീഡറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു തിരുവനന്തപുരക്കാരനായ എഡിറ്റർ ശ്രീ രാജാ സാറ് അവിടെ വന്നപ്പോൾ ഞാൻ നാരായണൻ വട്ടോളി എന്ന് പറഞ്ഞാണ് വായിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ആ വട്ടോളി ഒന്ന് ഒഴിവായിക്കൂടെ എന്ന് വെച്ചു. കാരണം തിരുവനന്തപുരക്കാർക്ക് ഈ ഓളി വലിയൊരു അശ്ലീല പദമാണ്, അതുകൊണ്ട് അതങ്ങ് ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ അത് ഒഴിവാക്കിയതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ യൂറിൻ തെറാപ്പിയുടെ പുസ്തകത്തിൽ ആദ്യമൊക്കെ വെറും ടി നാരായണൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടാണ് ഇതേ പേരിൽ എഴുതുന്ന പലരും ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ലേഖനങ്ങൾ എഴുതുന്ന ഒരാളുണ്ട്. ഞാനും വിദ്യാഭ്യാസ ലേഖനങ്ങൾ എഴുതാറുള്ള ആളാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് അതിനുണ്ടാവും. അതുപോലെ ആരോഗ്യമാസികയിൽ ഒരു ടി നാരായണൻ എഴുതുന്നുണ്ട്, ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു കൊണ്ടാണ് ഞാൻ വട്ടോളി എന്നുള്ള അത്ര സുഖകരമല്ലാത്തൊരു പേര് ഇതിനോടൊപ്പം സ്വീകരിച്ചത്. അത് കഴിഞ്ഞ എഡിഷൻ മുതൽ മാത്രമേ ആ പേര് ഉള്ളൂ. ശരി, മൂത്രമാണ് ഇന്നത്തെ താരം. ഉദയനാണ് താരം എന്ന് നോവൽ ഈ സിനിമ സംവിധാനം ചെയ്ത നമ്മുടെ ശ്രീനിവാസൻ സാർ ഇവിടെ വന്നു. അദ്ദേഹത്തിന് അസുഖം കാരണം ഇത് അപ്സ്റ്റേഴ്സിലായതുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. കൂടെ സംവിധായകൻ സത്യൻ അന്തിക്കാടും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളത് അത് ആദ്യം തന്നെ വലിയൊരു സങ്കടമായിട്ട് ഞാൻ പറയുകയാണ്, അവതരിപ്പിക്കുകയാണ്. ഏതായാലും ആരോ നേരത്തെ ചോദിച്ചു, ഇവിടെ മൂത്രം കുടിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അധികം ആൾക്കാർ കൈവക്കിയില്ല. അപ്പോൾ മൂത്രം ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈവക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് രണ്ടാൾക്കാർ, കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഇതിപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും മൂത്രം കുടിച്ചവരാണ്, വളരെ കുറച്ച് പേരെ കുടിക്കാത്തവരായിട്ടുള്ളൂ എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്തായാലും കുടിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഈ നോട്ടീസിൽ മഹാപെശകാണല്ലോ എഴുതിയിരിക്കുന്നത്, അതായത് മൂത്രം ഉണ്ടായത് കുടിക്കാനാണ് എന്നൊരു പ്രഖ്യാപനം, അതിലൊരു വാചകം ഒരു ശീർഷകമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതെന്തൊരു അസംബന്ധമാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കുക, മൂത്രം കുടിക്കാത്തവരാണ് ഭൂരിപക്ഷം. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെയാണ് മൂത്രം കുടിക്കാനുണ്ടായതാണ് എന്ന് പറയുക? മൂത്രം വിസർജ്യ പദാർത്ഥമാണ്, മലിന വസ്തുവാണ്, വിഷമാണ്. അതിൽ യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ക്രിയാറ്റിനിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശരീരം വർജിച്ച് കളയുന്ന, ശരീരത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് പുറന്തള്ളുന്ന ഒരു പദാർത്ഥത്തെ നിങ്ങൾ മൂത്രം കുടിക്കാനുണ്ടായതാണ് എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ് എന്ന് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരല്പം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ തന്നെ, അതായത് മനുഷ്യന്മാരെല്ലാം തന്നെ ദ്വിജന്മാരാണ്. സാധാരണ ദ്വിജൻ എന്ന് പറയുക ബ്രാഹ്മണനാണ്. ഉപനയനം ചെയ്യുന്നതിന് ശേഷമുള്ള ഒരു ബ്രാഹ്മണൻ, അതിന് മുമ്പേയുള്ള ഒരു ബ്രാഹ്മണൻ, അങ്ങനെ ദ്വിജൻ, രണ്ട് ജന്മമുള്ള ആൾക്കാർ. പക്ഷേ എല്ലാ മനുഷ്യരും ദ്വിജന്മാരും ദ്വിജകളുമാണ്. രണ്ട് ജന്മമുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണ്. നമുക്കറിയാം, 10 മാസം നമ്മൾ ജീവിക്കുന്നത് ഗർഭപാത്രത്തിലാണ്, അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അതൊരു ജന്മമാണ്. അത് നമ്മൾ പരിഗണിക്കാറില്ല. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/6/1953 എന്നാണ് പറയുക. എൻ്റെ വീട്ടിലെല്ലാവരും 1916 കാരണം സ്കൂളിൽ ചേർക്കുന്നത് 16 എല്ലാ ആൾക്കാരും, എല്ലാ വീട്ടിലുള്ള മുഴുവനും 16. അത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. ശരിയാണെങ്കിൽ പോലും അതിനു മുമ്പ് ഒരു 10 മാസം മുമ്പ് നമ്മൾ ജനിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പരിഗണിക്കാറില്ല. അപ്പോൾ 2 ജന്മം നമുക്കുണ്ട്, ഗർഭപാത്രത്തിനകത്തുള്ള ഒരു ജന്മവും അതുപോലെ ഇപ്പോൾ നമ്മളതിന് ശേഷം ഭൂജാതനായതിന് ശേഷമുള്ളൊരു ജന്മവുമുണ്ട്. ഗർഭപാത്രത്തിനകത്ത് നമ്മൾ ആദ്യമായിട്ടൊരു സ്ത്രീ ഗർഭധാരണം ഉണ്ടാകുമ്പോൾ, ജസ്റ്റേഷൻ എന്നാണ് ഗർഭധാരണത്തിൽ പറയുന്നത്.
അപ്പോൾ ഒരു സഞ്ചിക്കുള്ളിലാണ് നമ്മൾ എംബ്രിയോ എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുന്നത്. ആ സഞ്ചിക്ക് ജസ്റ്റേഷണൽ സാക്ക് എന്നാണ് അത് പറയുക. അതിനകത്താണ് അത് കിടക്കുന്നത്. ഈ ജസ്റ്റേഷണൽ സാക്ക് കിടക്കുന്ന എംബ്രിയോ എങ്ങനെയാണ് വളരുന്നത്? അതിന് വളരണമെങ്കിൽ പോഷകങ്ങൾ കിട്ടണം, ആഹാരം കിട്ടണം. അതിനെവിടെ നിന്നാണ് പോഷകങ്ങൾ കിട്ടുന്നത്? ആ പോഷകങ്ങൾ കൊടുക്കുന്നത് യോക്ക് സാക്ക് അല്ലെ ജസ്റ്റേഷണൽ സാക്കിനകത്ത് മറ്റൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കാണ് യോക്ക് സാക്ക് എന്ന് പറയുന്നത്. YOLK യോക്ക്. കോഴിമുട്ടയുടെയൊക്കെ മുട്ടയുടെ ആ മഞ്ഞക്കരുവിനാണ് സാധാരണ നമ്മൾ യോക്ക് എന്ന് പറയുക. അപ്പോൾ ഇത് ഒരു ഗർഭിണിയുടെ ഗർഭാശയത്തിനകത്ത് ഗർഭധാരണ അറയ്ക്കുള്ളിലും മറ്റൊരു യോക്കുണ്ട്. അതിലൂടെയാണ് അതിന് പോഷകങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നത്. അങ്ങനെയാണ് എംബ്രിയോ വളർന്ന് വരുന്നത്. മാത്രമല്ല ഈ വാതകങ്ങൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും അതൊക്കെ തന്നെ യോക്ക് സാക്കിൻ്റെ പരിപാടിയാണ്. മാത്രമല്ല കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കോശങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതും ഈ യോക്ക് സാക്ക് എന്ന് പറയുന്ന പോഷകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു അറയാണ്. പക്ഷേ അത് ഒരു 10 ആഴ്ചക്കാലം മാത്രമേ നിലനിൽക്കൂ. ഗർഭിണിയുടെ ഗർഭാശയത്തിനകത്ത് 10 ആഴ്ച കഴിയുന്നതോടുകൂടി അതങ്ങോട്ട് അപ്രത്യക്ഷമാവും. പിന്നെ അതിന് അങ്ങനെ കാണാൻ പറ്റില്ല, നമുക്ക് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവും. അപ്പോഴേക്കും മറ്റൊന്ന് അവിടെ ആരംഭിച്ചിട്ടുണ്ടാവും. ആ യോക്ക് സാക്കിൽ നിന്ന് തന്നെ പുതിയൊരു അവയവം രൂപം കൊണ്ടിട്ടുണ്ടാവും. അത് 5-ാമത്തെ ആഴ്ച മുതൽ അതിൻ്റെ വളർച്ചയുണ്ടാവും. അതാണ് നമ്മൾ ഈ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്. അപ്പോൾ പൊക്കിൾക്കൊടി വരുന്നതോടുകൂടെ പൂർണ്ണമായിട്ട് ആ യോക്ക് സാക്കിൻ്റെ ആവശ്യമില്ല. യോക്ക് സാക്കിലൂടെ കിട്ടേണ്ടുന്ന പോഷകങ്ങൾ ആവശ്യത്തിന് വേണ്ടത്ര കുഞ്ഞിൻ്റെ വളർച്ച അനുസരിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴാണ് മറ്റൊരു മാർഗത്തിലൂടെ ശരീരം പോഷകങ്ങൾ കൊടുക്കുന്നത്. അത് അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് കുഞ്ഞിൻ്റെ ശരീരത്തിനകത്തേക്ക് ഈ പൊക്കിൾക്കൊടി വഴി കൊടുക്കുകയാണ്. പക്ഷേ പൊക്കിൾക്കൊടി വഴി വെറുതെ പമ്പ് ചെയ്ത് കൊടുക്കുകയല്ല. അതിനു മുമ്പ് അതിന് പല വഴിക്കൂടെ കടന്നു പോകണം. ഗർഭാശയത്തിനകത്ത് തന്നെ പ്ലസൻ്റ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറുപിള്ള എന്ന് നമ്മൾ പറയുന്ന സംഗതി രൂപം കൊണ്ട് കഴിഞ്ഞ് കാണും. അത് കിഡ്നികൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് കിഡ്നിയുടെ അതേ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് ഈ പ്ലസൻ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറുപിള്ള എന്ന് പറയുന്നത്. ഈ കുഞ്ഞ് കിടക്കുന്നത് അതിനു വേണ്ടി പുതിയൊരു സഞ്ചി രൂപം കൊള്ളും. അത് അമ്നിയോൺ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സഞ്ചിയാണ്. അതുകൊണ്ട് ആ അമ്നിയോട്ടിക് സാക്ക് എന്നാണ് പിന്നെ അതിന് പറയുക. അമ്നിയോട്ടിക് സാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അമ്നിയോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സഞ്ചിയാണ്. അതിന് പുറമേ ഒരു വലിയ സഞ്ചി വേറെ അതിൻ്റെ ചുറ്റുപാട് മറ്റൊരു പുതിയ കോറിയോൺ എന്ന് പറയുന്ന മറ്റൊരു ആവരണവും രൂപം കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ ഇടക്ക് പിന്നെ എന്താണ് ഈ പ്ലസൻ്റയുടെയും പ്ലസൻ്റ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ലങ്സായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജൻ വരുന്ന പ്ലസൻ്റയ്ക്ക് ഉള്ളിലൂടെയാണ് ഓക്സിജൻ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും അതിലൂടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഒരു ദഹന വ്യവസ്ഥ പോലെ പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ ദഹനത്തിലൂടെ പോഷകങ്ങൾ അകത്തേക്ക് പോകുന്ന അതേ രീതി ഈ പ്ലസൻ്റ വഴിയാണ് പോഷകങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത്. അതേപോലെ കിഡ്നിക്ക് ഉള്ളിലൂടെ ചുവന്ന രക്താണുക്കൾ ഉള്ളിലേക്ക് വരാത്തതുപോലെ, അതായത് വലിയ ഘടകങ്ങളൊന്നും തന്നെ അകത്തേക്ക് വരില്ല കിഡ്നിയുടെ. അതേപോലെ കിഡ്നി രൂപം കൊള്ളുന്നതിന് മുമ്പ് ഈ പ്ലസൻ്റയുടെ ഉള്ളിലൂടെയും ചുവന്ന രക്താണുക്കളോ വെളുത്ത രക്താണുക്കളോ പ്ലേറ്റ്ലെറ്റുകളോ, അതായത് വലിപ്പം കൂടിയ ഘടകങ്ങൾക്ക് ഉള്ളിലേക്ക് വരാതെ അരിച്ചെടുക്കാനുള്ളൊരു പ്രക്രിയയും കൂടെ ഈ പ്ലസൻ്റ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ ദഹന വ്യവസ്ഥയുടെ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ ലങ്സിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇമ്മ്യൂണിറ്റി, ഒരു പ്രതിരോധ വ്യവസ്ഥയുടെ, അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ സാധ്യതയുള്ള അണുക്കളൊന്നും കടക്കാതെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റും ഗ്യാസും ഒക്കെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും അതിലൂടെയാണ്. അതിനിടക്ക് ഈ പിന്നെ ക്ലോയക്ക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ക്ലോയക്ക എന്ന് പറഞ്ഞാൽ പക്ഷികളിലുള്ളതാണ്, നമ്മളുടെ സാധാരണ ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ വേസ്റ്റായുള്ള സാധനങ്ങൾ പുറന്തള്ളാനുള്ള ദ്വാരമാണ് ക്ലോയക്ക. മൂത്രസഞ്ചി രൂപം കൊള്ളുന്നതിന് മുമ്പ് എല്ലാ വേസ്റ്റുകളും പിന്നെ ഖരാവസ്ഥയിലും ദ്രവാവസ്ഥയിലുള്ള വേസ്റ്റുകൾ പോകുന്നത് ഈ ക്ലോയക്ക എന്ന് പറയുന്ന ഒരൊറ്റ ഇതിൽ വഴിയാണ്. പക്ഷികളിൽ ഈ ക്ലോയക്ക മാത്രമേ ഉള്ളൂ,
മൂത്രസഞ്ചി ഇല്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷികളുടെ മുട്ടയിലൂടെ ഉണ്ടാകുന്ന പക്ഷികളുടെ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ശരീരശാസ്ത്രം മനസ്സിലാക്കിയാൽ നമുക്ക് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ് എന്നുള്ളതുകൊണ്ട് പോകുന്നില്ല. സസ്തനികളിൽ മാത്രമേ മൂത്രസഞ്ചി രൂപം കൊള്ളുന്നുള്ളൂ. 9ാമത്തെ ആഴ്ചയാകുമ്പോഴാണ് വാസ്തവത്തിൽ മൂത്രസഞ്ചി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 മാസം കഴിയുമ്പോഴാണ് ഈ മൂത്രസഞ്ചി ഒരു ഭ്രൂണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ മൂത്രമുണ്ടാകുന്ന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളുടെ മൂത്രത്തെക്കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷനും, ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന യൂട്യൂബർമാരുടെ പരിഹാസവും അധിക്ഷേപവും വിമർശനവും എല്ലാം തന്നെ അവർ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എങ്ങനെയാണ് മൂത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആദ്യമായിട്ട് മൂത്രം ഉണ്ടാകുന്നത് നമ്മൾ ജനിച്ചതിന് ഭൂജാതരായതിൻ്റെ ശേഷമല്ല, ഗർഭജാതരായിരിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിനകത്ത് തന്നെ ഉള്ളപ്പോൾ തന്നെ മൂത്രസഞ്ചി ഉണ്ടാകുന്നുണ്ട്. അത് ഒരു 9 ആഴ്ച കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളുടെ എങ്ങനെയാണ് മൂത്രം ഉണ്ടാകുന്നത്? നമ്മൾ ആഹാരം കഴിക്കുന്നു. സാധാരണ നമ്മൾ മുതിർന്ന ആളുകളുടെ കാര്യം എടുക്കുക. ആഹാരം കഴിച്ചു, അതിലുള്ള ദഹനം നടന്നു, അതിലുള്ള പോഷകങ്ങൾ മാത്രം ശരീരം എന്ന് പറഞ്ഞാൽ അതിലുള്ള കുടൽ വഴി പിഴിഞ്ഞ് അതിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്ത് നമ്മുടെ രക്തത്തിലേക്ക് പോവാണ്. ബാക്കിയുള്ളത് രക്തത്തിലേക്ക് പോകാതെ മലമായിട്ട് കുടൽ വഴി മലാശയം വഴി പുറന്തള്ളുകയാണ്. അതൊരിക്കലും ഒരിക്കലും മൂത്രവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അത് രക്തത്തിൻ്റെ ശരീര വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് പോകുന്നില്ല, അത് പൂർണ്ണമായിട്ട് പോകുന്നത് പുറത്തേക്കാണ്. പക്ഷേ ഈ പോഷകങ്ങളാണ് രക്തത്തിലേക്ക് കലരുന്നത്. ആ രക്തം ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്തേക്ക് പോകുന്നില്ല, പകരം അതൊരൊറ്റ വഴിക്ക് മാത്രമാണ് പോകുന്നത്. അത് കരളിലേക്ക് മാത്രമേ പോകൂ. അതാണ് ശരീരം പ്രകൃതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കഴിച്ചാലും അതിലുള്ള പോഷകങ്ങൾ പൂർണ്ണമായിട്ടും പോകുന്നത് കരളിലേക്ക് മാത്രമാണ്. കരളാണ് യഥാർത്ഥത്തിലുള്ള എന്തെന്നാണ് നമ്മുടെ ഈ ശുദ്ധീകരണശാല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വൃക്കകളാണ് ശുദ്ധീകരണശാല എന്നാണ്. അത് തിരുത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കരളാണ് യഥാർത്ഥത്തിലുള്ള ശുദ്ധീകരണശാല. അപ്പോൾ അവിടെ വെച്ചിട്ട് മാലിന്യങ്ങളോ വിഷാംശങ്ങളോ വേസ്റ്റുകളോ ഉണ്ടെങ്കിൽ കരൾ അതിനെ മാറ്റി വെച്ചിട്ട് നേരെ പിത്തസഞ്ചി വഴി പിത്തക്കുഴൽ വഴി നേരെ വീണ്ടും ചെറുകുടലിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും പുറന്തള്ളുകയാണ്. മലം വഴി തന്നെയാണ് മലിനവസ്തുക്കളെല്ലാം മലം വഴിയാണ് പുറന്തള്ളുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ ശുദ്ധീകരണം കരളിലാണ് നടക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പിന്നെയും സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഇത് പുറത്തേക്ക് പോകുന്നതോടുകൂടി വീണ്ടും പലതരത്തിൽ പ്ലീഹ എന്ന് പറയുന്ന അവയവത്തിൽ വെച്ചിട്ട് മൃതകോശങ്ങൾ, ഡാമേജ്ഡായുള്ള കോശങ്ങളെല്ലാം ശരീരം ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് മലം വഴി തന്നെ പുറന്തള്ളുന്നു. അവിടെയും തീരുന്നില്ല, വീണ്ടും ഈ രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് പ്ലീഹ. അതുപോലെ ലിംഫ് നോഡ് എന്ന് പറയുന്ന അവയവത്തിലെത്തുന്ന സമയത്ത് അവിടെയും ഇതേപോലുള്ള ഫിൽട്രേഷൻ നടക്കുന്നു. ബാക്ടീരിയകൾ, വൈറസുകൾ, ഇതിനോടൊക്കെ പ്രതികരണം നടത്തുന്നത് ഈ ലിംഫ് നോഡുകളാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന ലിംഫ് നോഡാണ്. അങ്ങനെ ഈ ലിംഫ് നോഡ് വഴിയും ശുദ്ധീകരിക്കപ്പെടുകയാണ് രക്തം. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഇത്രയും ശുദ്ധീകരണം നടന്ന്, വയർപ്പിലൂടെയും ശുദ്ധീകരണം നടന്ന്, അങ്ങനെയുള്ള ബ്ലഡിൽ നിറയെ പോഷകങ്ങളാണ്. പലതരത്തിലുള്ള പോഷകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ബ്ലഡ് നമ്മുടെ ശരീരവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശരീരം ലക്ഷക്കണക്കിന് വർഷത്തെ പാരമ്പര്യ അനുഭവമുള്ളതാണ്. കാരണം നമ്മളുടെ ശരീരം ഒരു 100 വർഷം മാത്രമേ ഉള്ളൂവെങ്കിൽ യഥാർത്ഥ ശരീരം നമുക്ക് മുമ്പുള്ള ശരീരം പരിണമിച്ച് വന്നതാണല്ലോ. ലക്ഷക്കണക്കിന് വർഷത്തെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ വിവേകവും ബുദ്ധിയും ഇൻ്റലിജൻസും ശരീരത്തിനുണ്ട്. അതുകൊണ്ടാണ് ബോഡി ഇൻ്റലിജൻസ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ബോഡി ഇൻ്റലിജൻസ് എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ നല്ല സാധനങ്ങൾ കൂടുതലാണെങ്കിൽ എങ്ങനെയെങ്കിലും അകത്താക്കാൻ നോക്കും. പക്ഷേ ശരീരം അങ്ങനെ ചെയ്യില്ല. ശരീരം കൂടുതലായ പോഷകങ്ങളെ, എക്സസ്സായ ന്യൂട്രിയൻസിനെ മാറ്റിവെക്കുകയാണ്. എത്ര നല്ലതാണെങ്കിലും ശരി, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സാധനങ്ങളൊന്നും മാലിന്യങ്ങളോ ഒന്നുമല്ല, വിഷാംശങ്ങളല്ല. പക്ഷേ അതിനെ കൂടിപ്പോയാൽ മാറ്റിവെക്കും, കുറഞ്ഞു പോകുമ്പോൾ തിരിച്ചെടുക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടത്തേക്കാണ് മാറ്റിവെക്കുന്നത് കിഡ്നികളിലേക്കാണ്. നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? കിഡ്നികൾ വിസർജന അവയവമാണ്, മാലിന്യങ്ങൾ നിവാരണം ചെയ്യാനുള്ള അവയവങ്ങളാണ്. തെറ്റല്ലേ? ഇത് പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കിഡ്നികളുടെ ജോലി എന്താണ്? പോഷകങ്ങളെ സമീകരിക്കലാണ്,
ബാലൻസിങ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ന്യൂട്രിയൻസ് കൂടിപ്പോകുമ്പോൾ കിഡ്നിക്കുള്ളിലേക്കാണ്. കിഡ്നി എന്ന് പറയുന്നതാണ് 2 കിഡ്നിയിലും കൂടി 20 ലക്ഷം നെഫ്രോണുകളാണുള്ളത്. ആ നെഫ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുമ്പിള് പോലെയാണ്. അതിനകത്തേക്ക് കുറേ ഞരമ്പുകൾ പോലുള്ള കാപ്പിലറികൾ ഇതിനുള്ളിലേക്ക് കടക്കും. ഇതിലൂടെയാണ് ബ്ലഡ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. ഇതിന് ഗ്ലോമറുലസുകൾ എന്നാണ് പറയുക. ആ ഗ്ലോമറുലസുകളുടെ സുഷിരങ്ങൾ വളരെ ചെറുതാണ്, സൂക്ഷ്മമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 20 ലക്ഷം സാധനങ്ങളുണ്ട് ഫണൽ. ഇതിവിടെ വളഞ്ഞ് കിടക്കുന്ന അതാണ് നെഫ്രോൺ. അപ്പോൾ ഈ 20 ലക്ഷത്തിൻ്റെ ഉള്ളിലേക്ക് രക്തം കടക്കുന്ന സമയത്ത് ആ രക്തത്തിൽ ഉള്ള വലിപ്പം കൂടിയ കോശങ്ങൾ ഈ സുഷിരങ്ങളിലൂടെ ഉള്ളിലേക്ക് കിഡ്നിക്കുള്ളിലേക്ക് ഇറങ്ങുന്നില്ല. അത്രയും സൂക്ഷ്മമാണ് സുഷിരം. അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രകൃതി അങ്ങനെ ചെയ്തത്? അപ്പോൾ അത് അടുത്ത കാര്യം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്തിനങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചുവന്ന രക്താണുക്കൾ ഉള്ളിലേക്ക് വരുന്നില്ല, എന്തുകൊണ്ട് വലിയ പ്രോട്ടീനുകൾ ഉള്ളിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്ക് ശരീരം എത്ര കൃത്യമായിട്ടാണ് ചെയ്തതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതായത് ഇങ്ങനെ ഇതിനകത്തേക്ക് വരുന്ന പോഷകങ്ങൾ കൂടിപ്പോയ എക്സസ്സായ പോഷകങ്ങൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരല്പസമയം മാത്രമേ നിൽക്കൂ. ഇതിങ്ങനെ ഈ ഇവിടെ ട്യൂബ്യൂൾ എന്ന് പറയും, ഈ വളഞ്ഞ് കിടക്കുന്ന നെഫ്രോണിൻ്റെ ഈ മധ്യഭാഗത്തെത്തുമ്പോൾ അതൊക്കെ തന്നെ തിരിച്ച് ബ്ലഡിലേക്ക് പോകും. കാരണം അപ്പോഴൊരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഇവിടെ പൊട്ടാസ്യം കുറഞ്ഞു പോയി, കാൽസ്യം കുറഞ്ഞു പോയി, മഗ്നീഷ്യം കുറഞ്ഞു പോയി, പോഷകങ്ങൾ കുറഞ്ഞു പോയി, തിരിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ മാറ്റിവെച്ചത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതോടെ ഇത് മുഴുവൻ 182 ലിറ്ററോളം ഈ ദ്രാവകം, ആ ദ്രാവകത്തിൻ്റെ പേര് ഗ്ലോമറുലസിലൂടെ ഇറങ്ങുന്നത് കൊണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാണ്. വാസ്തവത്തിൽ അത് ബ്ലഡിലെ 55% വരുന്ന പോഷകങ്ങൾ നിറഞ്ഞ പ്ലാസ്മ എന്ന് പറയുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് കിഡ്നിക്കുള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് അല്പം കഴിയുമ്പോൾ ഇത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂടിപ്പോകുന്നതുകൊണ്ട് കിഡ്നിയിലേക്ക് വരുന്നു, വീണ്ടും കുറഞ്ഞു പോകുന്നു, വീണ്ടും കൂടിപ്പോകുന്നു. ഇങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ ചാക്രിക ക്രമത്തിൽ ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചാക്രിക ക്രമത്തിലായതുകൊണ്ടാണ് 182 ലിറ്റർ ഉണ്ട് എന്ന് പറയുന്നത്. ശരിക്കും 5 ലിറ്ററേ നമുക്ക് ബ്ലഡ് ഉള്ളൂ. പക്ഷേ വന്നത് തന്നെ വീണ്ടും വരികയും പോവുകയും ചെയ്യുന്ന സമയത്താണ് ചാക്രിക എന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എല്ലാം തിരിച്ചു പോവാണ് ബ്ലഡിലേക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരൊക്കെ പറയുന്നത് പോലെ ഇത് മാലിന്യമാണെങ്കിൽ ശരീരം തിരിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരീരം വളരെ ബുദ്ധിജീവിയായ ഒരു സാധനമാണ്. അത് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മലിനമല്ല, അത് പോഷകങ്ങളാണ് മാറ്റിവെച്ചത്, പോഷകങ്ങളാണ് തിരിച്ചെടുക്കുന്നത്. 182 ലിറ്ററിൽ 99.25% തിരിച്ചു പോകുന്നു ബ്ലഡിലേക്ക്. ബാക്കി വരുന്ന ഒരു 3/4% മാത്രമാണ് ഓരോ നെഫ്രോണിൻ്റെയും വാലറ്റത്തിലൂടെ ഒരു തുള്ളി നമ്മുടെ മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ മൂത്രസഞ്ചിയിൽ എത്തുമ്പോൾ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ ആ പ്ലാസ്മ ദ്രവത്തിൻ്റെ പേര് മൂത്രം എന്നായിട്ട് മാറുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ എപ്പോഴാണ് ആദ്യമായിട്ട് ഈ മൂത്രം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ജസ്റ്റേഷണൽ സാക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് ഒരു 2.5 മാസം പ്രായമാകുമ്പോഴാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രസഞ്ചിയിൽ ആദ്യമായി മൂത്രം വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പോലെ ഇത് മാലിന്യമാണെങ്കിൽ, വിഷമാണെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റ് ആണെങ്കിൽ ശരീരം, ബുദ്ധിജീവിയായ ശരീരം അങ്ങനെ ചെയ്യുമോ? ശരീരം എന്തിനാണ് പുറത്തിറങ്ങി ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഒരു ഭ്രൂണത്തിൻ്റെ മൂത്രസഞ്ചിയിൽ മൂത്രം എത്തിച്ചത്? അതെവിടെയാണ് ഒഴിക്കുക? അതിന് പുറത്തിറങ്ങിപ്പോയിട്ട് ഒഴിച്ച് തിരിച്ചു വരാൻ പറ്റുമോ? അപ്പോൾ അത് അവിടെ തന്നെ ഒഴിക്കണം. മൂത്രം ഗർഭപാത്രത്തിൽ തന്നെ ഒഴിക്കണം എന്നാണ് ശരീരം ആഗ്രഹിക്കുന്നത്, പ്രകൃതി ആഗ്രഹിക്കുന്നത്. അങ്ങനെ മൂത്രം അവിടെ തന്നെ ഒഴിപ്പിക്കുന്നു. അവിടെ എത്തുമ്പോഴും അത് അമ്നിയോട്ടിക് സഞ്ചിക്കുള്ളിലാണ് എത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് പിന്നെയും മാറി, മൂത്രം എന്നല്ല. മൂത്രസഞ്ചി കിടക്കുമ്പോൾ അതിൻ്റെ പേര് മൂത്രം എന്നുള്ളൂ. ഓരോ സ്ഥലത്ത് കിടക്കുമ്പോൾ അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിൽ കിടക്കുമ്പോൾ പ്ലാസ്മ എന്നാണ് പേര്. അതേ പ്ലാസ്മയാണ് എവിടെ എത്തുന്നത്? നമ്മുടെ കിഡ്നിക്കകത്തെത്തുമ്പോൾ അതിന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നു. അവിടെ നിന്ന് മൂത്രസഞ്ചിയിലെത്തുമ്പോൾ യൂറിൻ എന്ന് പറയുന്നു. ഇതേ സാധനം പ്ലാസ്മ അമ്നിയോട്ടിക് സഞ്ചിക്കുള്ളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേര് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് പിന്നെ പറയുന്നത്. ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കുക, സാർ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എന്താണ് അവസ്ഥ, എന്താണ് കാര്യം? ഡോക്ടർ അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു തരും. അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ നമുക്ക് ജനിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് മൂത്രമല്ലേ എന്ന് ചോദിച്ചാൽ MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ പോലും പലരും അത് നിഷേധിക്കുന്നു, പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. അതിന് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു ഗൈനക്കോളജിസ്റ്റിനോടോ ഒരു യൂറോളജിസ്റ്റിനോടോ ചോദിച്ചാൽ ചിലപ്പോൾ അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് വാസ്തവത്തിൽ പോഷകം നിറഞ്ഞിരിക്കുന്ന എന്താണ് ഈ
ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് രക്തത്തിലെ പ്ലാസ്മ തന്നെയാണ്. ഈ മൂത്രം എന്ന് പറയുന്നത് അവിടെ സെക്രീഷനാണ്, എക്സ്ക്രീഷൻ അല്ല നടക്കുന്നത്. ഈ ഇതിലൂടെ നടക്കുന്ന റെഫ്രോളുകളിലൂടെ സെക്രീഷനാണ് വരുന്നത്, സ്രവിക്കലാണ്. അതിന് എക്സ്ക്രീഷൻ പോലും പറയുന്നില്ല. എക്സ്ക്രീഷൻ മൂത്രസഞ്ചിയിൽ എത്തിയിട്ട് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ എക്സ്ക്രീഷൻ. അത് ജനിച്ചതിന് ശേഷം മാത്രമാണ് എക്സ്ക്രീഷൻ. ജനിക്കുന്നതിന് മുമ്പ് ഗർഭസ്ഥ ശിശു ഒഴിക്കുന്ന മൂത്രം ഗർഭപാത്രത്തിൽ തന്നെ കിടക്കുന്നു, അമ്നിയോട്ടിക് സഞ്ചിയിൽ കിടക്കുന്നു. കുഞ്ഞ് ഒരു 800 മില്ലി ലിറ്റർ വരെ മൂത്രം ഒഴിക്കുന്നുണ്ട്. ആ മൂത്രം 800 മില്ലി ലിറ്റർ മൂത്രവും അവിടെ തന്നെ കിടക്കുകയാണ്, കുറച്ച് പുറത്ത് പോകുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ മൂത്രം അവിടെ ഒഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പൊക്കിൾക്കൊടിയിലൂടെ വന്നത് പ്ലാസ്മ തന്നെയാണ്, ഇതും പ്ലാസ്മ തന്നെയാണ്. പക്ഷേ നേരത്തെ ഉള്ളത് കുഞ്ഞിൻ്റെ സ്കിന്ന് കട്ടിയായി വരുന്നതോടുകൂടി അതിന് പുറത്തു വരാൻ കഴിയുന്നില്ല, വേണ്ടത്ര പുറത്തു വരാൻ കഴിയും. അല്ലെങ്കിൽ വേർപ്പ് പൊടിയും പോലെ കുഞ്ഞിൻ്റെ സ്കിന്നിലൂടെ പുറത്തു വരുന്ന സാധനമാണത്. അങ്ങനെ കുഞ്ഞിനെ മൂടി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. പക്ഷേ കുഞ്ഞിൻ്റെ സ്കിന്ന് കട്ടിയാവുന്നതോടുകൂടി അത്രമാത്രം പഴയ പോലെ ഉള്ളുന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് ഉണ്ടായപ്പോഴാണ് പുറത്തു നിന്ന് തന്നെ പ്ലാസ്മ ദ്രവം കൊടുക്കുന്ന ഒരു സംവിധാനം ശരീരം ഏർപ്പെടുത്തിയത്. അങ്ങനെ ആ കുഞ്ഞ് അതിൽ മുങ്ങിക്കിടക്കുകയാണ്. 800 മില്ലി ലിറ്റർ, ചിലപ്പോൾ ഒരു ലിറ്ററും ഉണ്ടാവാം. അതിനകത്ത് കുഞ്ഞ് മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന കുഞ്ഞ് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ വായയിലൂടെ അത് കുടിച്ചുകൊണ്ടിരിക്കും. കുടിക്കുകയല്ല, അതിൻ്റെ വായിലൂടെ ആമാശയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കത് കുടിക്കാമെന്ന് പറയാം. അതുപോലെ എൻ്റെ മൂക്കിലൂടെ കയറിയിട്ട് ശ്വാസകോശത്തിനകത്തേക്ക് പോകും. ശ്വാസകോശത്തിനകത്ത്, കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിനകത്ത് 2 കോടി വായു അറകളുണ്ട്. നമ്മളുടെ ശ്വാസകോശത്തിനകത്ത് 30 കോടിയുണ്ട്. അപ്പോൾ ഈ ശ്വാസകോശത്തിനകത്തേക്ക് പോയിട്ട് പോഷകങ്ങൾ കൊടുക്കുന്നു, അതിനുവേണ്ടി ഓക്സിജൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിനെ ശരീരം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മൂത്രം ഉണ്ടായത്? യഥാർത്ഥത്തിൽ മൂത്രം ഉണ്ടായത് ഗർഭസ്ഥ ശിശുവിന് കുടിക്കാൻ, അതിന് മൂക്കിലൂടെ ശ്വാസകോശത്തിലെത്തിക്കാൻ, അതിന് കണ്ണിൽ എത്തിക്കാൻ, ചെവിയിലെത്തിക്കാൻ, അങ്ങനെ പല വഴിക്കൂടെ, സ്കിന്നിലൂടെ ആഗിരണം ചെയ്യാൻ, ഇങ്ങനെ പല വഴിയിലൂടെ ആഗിരണം ചെയ്ത് കുഞ്ഞിനെ വളർത്താൻ വേണ്ടി, കുഞ്ഞിന് പോഷകങ്ങൾ കൊടുക്കാൻ വേണ്ടി, കുഞ്ഞിന് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഔഷധമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ശരീരം ഉൽപ്പാദിപ്പിച്ച സംഗതിയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മൂത്രമാണ്, ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രമാണ്. 7 മാസവും മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഗർഭസ്ഥ ശിശു കുടിക്കുന്നത് അതാണ്, ശ്വസിക്കുന്നത് അതാണ്. ഇനി ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. മൂത്രം കുടിക്കാത്ത ഒരാൾ കൈവക്കുക. ഈ സദസ്സിലുള്ള ദൈവമേ, അദ്ദേഹം വീണ്ടും കൈവക്കി. മൂത്രം കുടിക്കാതിനുണ്ടോ? കുടിച്ചില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ 7 മാസം മൂത്രം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കില്ല. കാരണം മൂത്രം കുടിക്കാത്ത ഗർഭസ്ഥ ശിശു ചാവിള്ളയായി പോകുന്നു. ചാവിള്ളയാകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാന ഒരു കാരണം അതാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലാത്തപ്പോഴാണ് ചാവിള്ളയാവുന്നത്. അപ്പം മൂത്രം കുടിക്കാത്തവരാണ് അപകടത്തിൽപ്പെടുന്നത്. സാധാരണ അപകടമല്ല, മരണം വരെ സംഭവിക്കുന്നു. ചാവിള്ളയാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതല്ലേ? അഥവാ രക്ഷപ്പെട്ടു പോയാൽ ആ കുഞ്ഞ് ചിലപ്പോൾ മന്ദബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള കുട്ടിയായിരിക്കാം, അതല്ലെങ്കിൽ സുന്ദരൻജി പറയുന്നത് ഭിന്നശേഷി എന്നേ പറയാൻ പാടുള്ളൂ, അംഗവൈകല്യം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും വികലമായിട്ടുള്ളൊരു കുട്ടിയായിട്ടായിരിക്കും ജനിക്കുക. അതല്ലെങ്കിൽ പിന്നെ ചർമ്മരോഗമുള്ള കുട്ടിയായിട്ടായിരിക്കും ജനിക്കുക, ജന്മനാ ചർമ്മരോഗമുള്ള കുട്ടിയായിരിക്കും ജനിക്കുക. അപ്പോൾ പലതരത്തിലുള്ള ആകിരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ഇത് നമ്മളെ ശരീരം പഠിപ്പിക്കുന്ന, ശാസ്ത്രം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി പഠിപ്പിക്കുന്ന ഈ സത്യം മനസ്സിലാക്കി നമുക്കും ഇതുപോലെ ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം? 24 മണിക്കൂറും മൂത്രം കുടിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് ഒരു അപകടം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും മുതിർന്ന ആളുകൾക്ക് എന്ത് അപകടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഈ യൂട്യൂബർമാരും വിമർശകന്മാരും ഒക്കെ പറയുന്നത്. ഭയങ്കരമായ തെറിവിളിയാണ് നമ്മളെ ഇതിനെപ്പറ്റി. ഈ ശാസ്ത്രം ഈ പറയുന്ന ഇത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് അവർ പഠിക്കേണ്ടത്. അത് പഠിക്കാതെ നമ്മളെ തെറി പറയാണ്. കൊല്ലം തുളസിയെക്കുറിച്ച് എന്തെല്ലാം തെറികളാണ് ഈ ഇതിലൂടെ വന്നിരിക്കുന്നത്, യൂട്യൂബിലൂടെ എന്നറിയാമോ? ഈ സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല പുറത്തുള്ളവരും, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്ത്, ഇപ്പോൾ 800 കോടിയോ എത്രയാ ജനങ്ങളെന്നറിയില്ല, അത്രയും ജനങ്ങൾ മുഴുവൻ മൂത്രം കുടിച്ചവരാണ്. മൂത്രം കുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് ഇതെങ്കിൽ
ഈ ലോകത്തിലുള്ള 800 കോടി ജനങ്ങളുടെയും സംസ്ഥാന സമ്മേളനമാണിത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അതാ മൂത്രം കുടിയൻ എന്ന് പറയുമ്പോൾ ഈ 3 വിരലുകളും ഇതാ നീ തന്നെയാണ് മൂത്രം കുടിയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യം, ഈ ഒരു ശാസ്ത്ര സത്യം ജനങ്ങളെ അറിയിക്കുക. നിങ്ങൾ യൂറിൻ തെറാപ്പി ചെയ്യണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അത് വേണ്ടവർ ചെയ്യാം. ഇത് ഔഷധമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, പോഷകമാണെന്ന് മനസ്സിലാക്കുന്ന ആൾ അത് ചെയ്യുന്നതുകൊണ്ട് അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക. മൂത്രം കുടിക്കാൻ കുഞ്ഞിന് പറ്റിയിട്ടില്ലെങ്കിൽ അതിനാണ് ഒളിഗോ ഹൈഡ്രാംനിയോസ് എന്ന് ശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂത്രമില്ലാത്തൊരവസ്ഥ. അതെങ്ങനെയാണ് മൂത്രമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക? അമ്നിയോട്ടിക് സഞ്ചിക്ക് ചെറിയൊരു പോറലേറ്റാൽ ആ മൂത്രം മുഴുവൻ തന്നെ വാർന്നൊഴുകി പുറത്തേക്ക് പോകും. അങ്ങനെ പോകുന്ന അവസ്ഥയ്ക്കാണ് ഒളിഗോ ഹൈഡ്രാംനിയോസ് എന്ന് പറയുന്നത്. മൂത്രമില്ലാത്ത അവസ്ഥയിലാണ് ഈ ദുരന്തങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, കുഞ്ഞ് മൂത്രം കുടിക്കുന്നുണ്ടെങ്കിൽ മലം ഉണ്ടാവില്ലേ? കാരണം ദഹന വ്യവസ്ഥ പ്രവർത്തിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ മൂത്ര ചികിത്സയുടെ ആളുകൾ മാത്രമല്ല, മലചികിത്സയെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞൂടെ? കാരണം മലം എന്തായാലും ദഹനം നടക്കുമല്ലോ. ദഹനം നടക്കുമ്പോൾ കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിലെ രോമങ്ങളുണ്ടാവും, മൃതകോശങ്ങളുണ്ടാവും, പലതും ഉണ്ടാവാം. അത് ആമാശയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മലം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ മലവും ഈ മൂത്രത്തിൽ കലർന്ന് ഈ രക്തത്തിലേക്ക് പോവില്ലേ, ശ്വാസകോശത്തിലേക്ക് പോവില്ലേ, ആമാശയത്തിലേക്ക് പോവില്ലേ? അപ്പോൾ നിങ്ങൾ മൂത്രം കൂടി ഭയങ്കര നല്ലതാണെങ്കിൽ മലം തെറ്റുകയും നിങ്ങൾക്ക് അംഗീകരിക്കണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അതിനെന്താണ് മറുപടി? അതിന് മറുപടി ഗർഭസ്ഥ ശിശു മലം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതല്ല, ശരീരം തന്നെ കഴിപ്പിക്കുന്നില്ല. കാരണം ദഹനപ്രക്രിയയിലൂടെ മലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ മലം ചെറുകുടലിലൂടെ വൻകുടലിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ജനിച്ചതിൻ്റെ ശേഷം മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. അതാണ് മെക്കോണിയം എന്നാണ് മലത്തിന് പറയുന്നത്, മെക്കോണിയം. പക്ഷേ ചില അപകട സാഹചര്യത്തിൽ ഈ കുഞ്ഞിൻ്റെ മെക്കോണിയം അല്ലെങ്കിൽ മലം ഈ മൂത്രത്തിൽ കലർന്ന് ആമാശയത്തിൽ പോയാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ശ്വാസകോശത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ബ്ലോക്കാവും. ശ്വാസകോശത്തിനുള്ളിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശരീരം നീല നിറമാവും. അങ്ങനെ വലിയ അപകടാവസ്ഥ വരും, ശ്വസന പ്രക്രിയക്ക് തടസ്സം വരും. അപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം അല്ലെങ്കിൽ MAS എന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. അതിന് നമ്മൾ പച്ച മലയാളത്തിൽ മഷി കുടിച്ചു പോവുക എന്ന് പറയാറുണ്ട്. അങ്ങനെ മഷി കുടിച്ചു പോകുന്നത് അപകടകരമാണ്. എന്ന് പറഞ്ഞാൽ ആ മലം അകത്ത് ചെല്ലുന്നത് ശരീരം ആഗ്രഹിക്കുന്നില്ല. അപകടവശാൽ അങ്ങനെ സംഭവിച്ചാൽ അത് അപകടമാണ്. പിന്നെ എന്താണ്, കുഞ്ഞിന് ആപത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ശ്രമിക്കുന്നത്. അപ്പം മൂത്രം കുടിച്ചില്ലെങ്കിൽ ആപത്താണ്. മലം കഴിച്ചാലും ആപത്താണ്. പക്ഷേ ഈ മലമാണ് നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ വലിയ ചികിത്സാ പദ്ധതിയായിട്ട് മലത്തെ കൊണ്ട് ചികിത്സിക്കുന്ന ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് നടത്തുന്ന ആളുകളാണ് നമ്മളെ പരിഹസിക്കുന്നത്. യൂറിൻ തെറാപ്പി ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്നത്. യൂറിൻ എന്ന് പറയുന്ന നമുക്കറിയാം ശുദ്ധീകരിച്ച രക്തത്തിലുള്ള പ്ലാസ്മയാണ്. ഇതാണ് ഇപ്പോൾ മുലപ്പാൽ കിട്ടുന്നത് വരെയും കുഞ്ഞിനെ ശരീരം വളർത്തുന്നത് മൂത്രം കൊടുത്തിട്ടാണ്. മുലപ്പാലിനേക്കാൾ ഉത്തമ പോഷകങ്ങളാണ് മൂത്രത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ മൂത്രത്തിൽ 95% വെള്ളമാണ്. പക്ഷേ ആ വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തേക്കാൾ പരിശുദ്ധമാണ്. കാരണം അത് രക്തത്തിൽ നിന്നുണ്ടാകുന്ന വെള്ളമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള വെള്ളമാണ്. അപ്പോൾ ഈ മൂത്രത്തിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ആൽബർട്ട യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ ഡോക്ടർ ഡേവിഡ് വിഷാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തിയിട്ട് ഇതുവരെ മൂത്രത്തിൽ എത്ര ഘടകങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ അവർ തയ്യാറാവുകയും അങ്ങനെ 7 വർഷം കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മുടെ പാഠപുസ്തകങ്ങൾ MBBSകാർ എത്ര ഘടകങ്ങളാണ് മൂത്രത്തിൽ പഠിക്കുന്നത്? 10ാം ക്ലാസ്സുകാർ എത്ര പഠിക്കുന്നത്? +2 എത്ര പഠിക്കുന്നു? 20 ഘടകങ്ങൾ ഉണ്ടാവാം, 19ഓ 20ഓ ഘടകങ്ങൾ. അതിൽ കൂടുതൽ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഡോക്ടർ ഡേവിഡ് വിഷാർട്ട് പറയുന്നു, അത്ഭുതമാണ്. ഞാൻ MBBSന് പഠിക്കുന്നപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോയപ്പോൾ പോലും ഒരു 100 ഘടകങ്ങളിൽ കൂടുതൽ അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ലിസ്റ്റിൽ 3079 ഘടകങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്തിയതിൻ്റെ ലിസ്റ്റ് മാത്രമാണ്. അതിൽ കൂടുതലുണ്ടാകാം, ഇനിയും കണ്ടുപിടിക്കാം. ഇത് 2013 അറിവാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ മൂത്രത്തിലുണ്ട്. അതിൽ ഈ 95% വെള്ളവും 2.5% മാത്രം
ഫോൺ വരികയാണ്. 2.5% മാത്രമാണ്, അല്ല യൂറിയാണ്, 5% 2.5% യൂറിയാണ്. ബാക്കിയുള്ളതിലാണ് ഈ 3077 മറ്റോ ഘടകങ്ങൾ ഉള്ളത്. അപ്പോൾ അത്രയും സൂക്ഷ്മ ഘടകങ്ങൾ. ഇപ്പോൾ ഈ ഡേവിഡ് വിഷാർട്ട് പറയുന്നു, നമ്മൾ ദിവസേന ടോയ്ലറ്റിലേക്ക് ഒഴുകിക്കളയുന്നത് ഇത്രയും ഉത്തമമായ പോഷകങ്ങളാണ്. അതിനകത്തുള്ളത് ഹോർമോണുകളാണ്. അത് മാലിന്യങ്ങളാണോ? എൻസൈമുകളാണ്, വിറ്റാമിനുകളാണ്, ധാതു ലവണങ്ങളാണ്. ഇതിനൊക്കെ പുറമെ ഏത് രോഗം നമ്മുടെ ശരീരത്തെ ബാധിച്ചാലും അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികൾ അഥവാ പ്രത്യൗഷധങ്ങൾ രക്തത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. അതെല്ലാം മൂത്രത്തിലുണ്ട്. ആൻറ്റിബോഡികൾ മൂത്രത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് എല്ലാ രോഗങ്ങളും മാറ്റാനുള്ള ആൻറ്റിബോഡികൾ മൂത്രത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം അവിടെ വെറുതെ നിൽക്കുമോ? അത് പ്രവർത്തിക്കില്ലേ? ഇപ്പം അടുത്താണ് ഈ ചൈനയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് മൂത്രത്തിൽ സ്റ്റെം സെല്ലുകളുണ്ട്. അത് അവർ വലിയ ഒരു കണ്ടുപിടുത്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റെം സെല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ സ്റ്റെം സെൽ തെറാപ്പി വളർന്നു വരുന്നൊരു ചികിത്സാ സമ്പ്രദായമാണ്. ഏത് കോശത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഏത് അവയവത്തിൻ്റെയും പരിക്കുകൾ പരിഹരിക്കാൻ പറ്റുന്ന സംഗതിയാണ് ഈ മൂലകോശങ്ങൾ, സ്റ്റെം സെല്ലുകൾ, വിത്ത് കോശങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു ചികിത്സയായിട്ട് വളർന്നു വരികയാണ്. അത് മൂത്രത്തിലുണ്ടെന്ന് കണ്ടെത്തിയ ഈ അടുത്ത കാലത്താണ്. ഇത് ഇവിടുത്തെ MBBS പഠിക്കുന്ന ഡോക്ടേഴ്സ് പഠിക്കുന്നുണ്ടോ? MBBS സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ? അത് അവരെ പഠിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അവരെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ സ്റ്റെം സെല്ലുകൾ ഇനിയും കണ്ടെത്താനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. ബാക്ടീരിയോഫേജസ്. എന്താണ് ബാക്ടീരിയോഫേജസ്? ഈ ബാക്ടീരിയകളെ, രോഗാണുക്കളെ നശിപ്പിക്കുന്ന വൈറസുകളാണ് ഗുണകരമായ മിത്ര ബാക്ടീരിയകൾ എന്ന് പറയുന്ന പോലെ മിത്ര വൈറസുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ രക്തത്തിലുണ്ട്, മൂത്രത്തിലുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയോഫേജസ്, ഗംഗാനദിയിൽ ബാക്ടീരിയോഫേജസ് ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് പുണ്യനദി എന്ന് പറയുന്നതെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. അതിൻ്റെ സോഴ്സിൽ ബാക്ടീരിയോഫേജസ് വളരെ കൂടുതലുണ്ട് എന്നാണ്. ഏതായാലും ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് വൈറസുകളാണ്. ആ വൈറസുകൾ മിത്ര വൈറസുകളാണ്, നമ്മളെ സഹായിക്കുന്ന ഫ്രണ്ട്ലി വൈറസുകളാണ്. അപ്പോൾ അത് മൂത്രത്തിലുണ്ട്. ഇതെല്ലാം അടുത്ത കാലത്തെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ്. ഇത് ഡോക്ടർമാർ പഠിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് വിമർശിക്കാൻ കഴിയുക? ഈ യൂട്യൂബർമാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ തെറി പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാദ്യം വേണ്ടത് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ വിമർശിക്കാൻ വരുന്ന ആളുകൾ ആദ്യം എന്താണ് മൂത്രം, എപ്പോഴാണ് അത് ഉണ്ടായത്, എന്തിനാണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ ശാസ്ത്രത്തിന് മനസ്സിലായി. പക്ഷെ ഇവിടെ ചികിത്സിക്കുന്ന ആശുപത്രികൾക്ക്, മരുന്ന് കമ്പനികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകൾ മനുഷ്യമൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ യൂറോകൈനേസ് എന്ന് പറയുന്നത് നമ്മുടെ VM ഹെഗ്ഡെ പറയുന്നു. മൊറാർജിയെ പരിഹസിച്ച ആളുകൾ ഇപ്പോൾ ഭയങ്കര മരുന്നുകൾ അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂറോകൈനേസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിനുള്ള മരുന്നാണ്. ബ്ലോക്ക് ഇല്ലാതാക്കുന്നതിനുള്ള, രക്തത്തിലുള്ള ക്ലോട്ട് തടയുന്നതിനുള്ള രക്തത്തിലുള്ള ഘടകമാണ് യൂറോകൈനേസ്. അത് മൂത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയില്ല, സോമനാഥൻ തളി, എവിടെയാണ്, തളിക്കുളം ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ 5 ബ്ലോക്കുകൾ യൂറിൻ കഴിച്ചിട്ട് മാറി. 10 ലക്ഷം രൂപ വേണ്ടി വരും, അല്ലെങ്കിൽ അത് പോകണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി എന്നാണ്. കേവലം ഒരു 2 മാസത്തോളം യൂറിൻ തെറാപ്പി ചെയ്തപ്പോൾ അത് അപ്രത്യക്ഷമായി എന്നാണ് പറഞ്ഞത്. ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു. അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് കുറച്ച് 90% ഉണ്ടായിരുന്നു, 40% ബാക്കി കിടക്കുന്നത്, അതൊന്ന് ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ്, ഞാൻ ഈ 4 വലിയ ബ്ലോക്കുകൾ മാറ്റി, എനിക്ക് യൂറിൻ തെറാപ്പിയോട് ഇതുകൂടെ മാറ്റിക്കൂടെ, ഡോക്ടർ കഷ്ടപ്പെടേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുറേയായി നോക്കാത്ത, കുറച്ച് മുമ്പേ നോക്കിയപ്പോൾ 40-25% പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്. അപ്പോൾ യൂറോകൈനേസിന് ബ്ലോക്കുകളെ ഇല്ലാതാക്കാൻ കഴിവുണ്ട് എന്ന് അമേരിക്ക കണ്ടെത്തുകയും കണ്ടെത്തിയോടുകൂടി എൻസൈംസ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് കമ്പനി, എൻസൈമുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എൻസൈംസ് ഓഫ് അമേരിക്ക ഈ മൂത്രം സംഭരിക്കാൻ വേണ്ടിയിട്ട് പോർട്ട ജോൺ എന്ന് പറഞ്ഞ കമ്പനിയെ ഏൽപ്പിച്ചു. അങ്ങനെ വ്യാപകമായിട്ട് അവർ മൂത്രപ്പുരകളുണ്ടാക്കി, മൂത്രം സംഭരിച്ചു. ആ മൂത്രത്തിൽ നിന്ന് ഈ യൂറോകൈനേസ് വേർതിരിച്ചെടുത്ത് ഇപ്പം മാർക്കറ്റിൽ ഒരു മരുന്ന് ഇറക്കിയിരിക്കുന്നു. ആ മരുന്നിന് അവർ കൊടുത്തിരിക്കുന്ന പേര് യൂറോകൈനേസ് തന്നെയാണ്, വേറെ
പേരല്ല, അതേ പേര്. എന്തിനാണ്? ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന വളരെ വില പിടിച്ച മരുന്നാണ്. നമ്മുടെ സോമനാഥൻ, രാമൻകുട്ടി മാഷ്, കൃഷ്ണൻകുട്ടി മാഷ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ എണ്ണി പറയാം. അവരുടെ എല്ലാം ബ്ലോക്കുകൾ യൂറിൻ തെറാപ്പി ചെയ്തിട്ട് മാറിയെങ്കിൽ, യൂറോകൈനേസിന് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യുമ്പോഴും അത് ഫലിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. ഞങ്ങൾ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അത് നിങ്ങളാണ് പഠിക്കേണ്ടത്. ശാസ്ത്രം പറയുന്ന ആളുകൾ പഠിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം പലരും പഠനം നടത്തിയത് പൗരാണികമായുള്ള കാലം മുതൽ കിടക്കുന്നുണ്ട്. ഇത് ഈ മൂത്ര ചികിത്സ എന്നുള്ളത് കൊണ്ടാണ് അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിലൂടെയാണ് യൂറോകൈനേസ് കണ്ടെത്തിയത്, മരുന്ന് കണ്ടെത്തിയത്. ആൻറ്റി നിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ക്യാൻസർ മരുന്നാണ്. നിയോപ്ലാസത്തെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട്, മുഴകളെ, ക്യാൻസർ മുഴകളെ ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ടുണ്ടായ പേരാണ് ആൻറ്റി നിയോപ്ലാസ്റ്റൻ. സ്റ്റാനിസ്ലാവ് ബേഴ്സിൻസ്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണത് കണ്ടെത്തിയത്. അദ്ദേഹത്തിനെതിരെ വലിയ വിവാദങ്ങളുണ്ട്. ഇങ്ങനെയുള്ളൊരു മരുന്ന് കണ്ടെത്തി അതിന് WHO പോലും അംഗീകാരം കൊടുത്തില്ല എന്നൊക്കെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം അതല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. ബേഴ്സിൻസ്കി ഇങ്ങനൊരു ഘടകം മൂത്രത്തിലുണ്ടെന്ന് കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം. നിങ്ങളത് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിക്കോ, അത് നമുക്ക് പ്രശ്നമല്ല. ബേഴ്സിൻസ്കി കണ്ടെത്തിയത് എന്താണ്? മൂത്രത്തിൽ ക്യാൻസറിനെ ചെറുക്കുന്ന സുപ്രധാനമായ ഒരു ഘടകമുണ്ട്. അപ്പോൾ മൂത്ര ചികിത്സ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് മാത്രമേ വേണ്ടൂ. പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ വിശ്വനാഥനെ പോലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഇയാളെക്കെതിരായിട്ട് ഒരുപാട് വിവാദങ്ങളുള്ള, നിങ്ങൾ അയാൾ എഴുന്നള്ളിച്ച് നടക്കുന്നതിനാണ്. ആരാണ് എഴുന്നേറ്റ് നടക്കുന്നത്? ഞങ്ങൾ അവരെ എഴുന്നേൽച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര സത്യമനുസരിച്ച് മൂത്രത്തിൽ ക്യാൻസറിൽ കിടക്കുന്ന ഘടകമുണ്ട്. നിങ്ങളാണ് പിന്നെ ആൻറ്റി നിയോപ്ലാസ്റ്റൻ വേർതിരിച്ചെടുത്ത് മരുന്നുണ്ടാക്കിയിട്ട് 4 ലക്ഷം രൂപയ്ക്ക് ഒരൊറ്റ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വമ്പിച്ച ബിസിനസ്സാക്കി മാറ്റുന്നത്. ഞങ്ങളല്ല. ആ ബിസിനസ്സിനെതിരായിട്ടാണ് ഞങ്ങളത് നേരിട്ട് പരീക്ഷിച്ചാൽ രോഗം മാറുമോ എന്ന് പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ക്യാൻസർ മാറുന്നുണ്ട്. 50 ലക്ഷം രൂപ വേണം, മജ്ജ മാറ്റി വെക്കണം, വേറെ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന നിസ്സഹായാവസ്ഥയിൽ ആരോ പറഞ്ഞു യൂറിൻ തെറാപ്പിയെക്കുറിച്ച്. അദ്ദേഹം വിളിച്ചു, യൂറിൻ തെറാപ്പി ചെയ്തു. 2 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ മാറി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റായിട്ട് ഒരു കുട്ടിയെ കൊടുത്തു. കുട്ടികളില്ലാത്ത ആളായിരുന്നു അയാൾ. കുട്ടി ആവില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ 48 വയസ്സായിരുന്നു. ഇനി കുട്ടികളൊന്നും ആവില്ല എന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഗർഭിണിയായി. അപ്പോൾ 7 വയസ്സുള്ളൊരു കുട്ടി ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഗിഫ്റ്റായിട്ട് കിട്ടി. ഒരു നയാ പൈസ ചിലവായില്ല. അദ്ദേഹത്തിൻ്റെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇതൊന്നും പരീക്ഷണമല്ലേ? ഇതൊന്നും പിന്നെ ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല മാറിയത് എന്ന് നിങ്ങൾക്ക് പറയാം. ഒരു ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇനി മജ്ജ മാറ്റി വെക്കലാണ് വേണ്ടത്, അതുപോലും ചെയ്യാൻ പറ്റാത്ത മാരകാവസ്ഥയിലാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അപ്പോഴാണ് ഇയാളുടെ സുഹൃത്തുക്കളായുള്ള ചെറിയ യൂറിൻ തെറാപ്പിയുടെ പുസ്തകം ഇവന് കൊണ്ടുകൊടുക്കുന്നത്. ഇതൊന്ന് വായിച്ച് നീ ഇത് ചെയ്തു, വേറെ എല്ലാവരും തള്ളിക്കളഞ്ഞല്ലേ. അവനത് ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഒരു പ്രശ്നമില്ല ഇവന്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവൻ മൂത്രം കുടിച്ചിട്ടാണ് ഇത് മാറിയത്. അപ്പോൾ ഡോക്ടറുടെ മുഖം കറുത്തു. ഡോക്ടർ പറഞ്ഞു, അതൊന്നും ശരിയായിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഡയഗ്നോസിസ് തെറ്റാണ്, അത് തെറ്റായ ഡയഗ്നോസിസ് കാരണം ഉണ്ടായതാണ്. അപ്പോൾ ആ തെറ്റായ ഡയഗ്നോസിസ് വെച്ചിട്ട് നിങ്ങൾ ഈ കുട്ടിയുടെ മജ്ജ മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിലോ, മജ്ജ മാറ്റിയിരുന്നെങ്കിലോ ഇതിനേക്കാൾ വലിയ ആപത്തായില്ലേ. അവൻ ഇപ്പോഴും അവൻ സുഖമായിട്ട് ജീവിച്ചിരിക്കുകയാണ്, ഒരു ജോലി ചെയ്ത് ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കുട്ടിയുണ്ടായത്? വെറുതെയാണോ? കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് എന്തെല്ലാം മരുന്നുകൾ നിങ്ങൾ കൊടുക്കുന്നു? മെട്രോഡിൻ അലോപ്പതി മരുന്നാണ്. എവിടെ നിന്നുണ്ടാക്കുന്നത്? മനുഷ്യമൂത്രത്തിൽ നിന്ന്. നിങ്ങൾ വേറെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാ? മെട്രോഡിൻ മനുഷ്യമൂത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. പെർഗോണാൽ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളുടെ മൂത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. HUCOG ചൈനയിൽ ഉണ്ടാക്കുന്നു, ഗർഭിണികളുടെ മൂത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. നോവാരൽ, ഫെർട്ടിനോം, ഫെർട്ടിജൻ. അപ്പോൾ ഡോക്ടർ വിശ്വനാഥൻ നമ്മളോട് പറയുകയാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഗൊണേഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരൊറ്റ ലൈംഗിക ഹോർമോൺ എടുത്തിട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, സാറേ ഇത് ആരെ പേര് കൊടുത്ത ഞങ്ങളാണോ? ഞങ്ങൾ കൊടുത്ത പേരാണോ? നിങ്ങളല്ലേ പേര് കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ പല പേര് കൊടുക്കുന്നത്? ഗൊണേഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരൊറ്റ പേര് കൊടുത്താൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഇത്രയും ഞാൻ പറഞ്ഞ പേരുകളെല്ലാം ഒരേ ഒരു മരുന്നിന് കൊടുത്തത്? ഇത് നമ്മളെ തലയിലിടരുത്. ഇത് നിങ്ങളുടെ
ബാധ്യതയാണ്. എന്തിനു നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പല പേര് കൊടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പറയണം. അതുപോലെ ചർമ്മരോഗത്തിനുള്ള മരുന്നുകൾ, പനാഫിൽ ചർമ്മരോഗത്തിന് മൂത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്, യൂറോഖെയിൻ, പനാഫിൽ, അതുപോലെ യൂറിയാസിൻ, ഈ മരുന്നുകൾ. അപ്പോൾ ഇവർ പറയും അതല്ല ഇപ്പോൾ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മാഷേ. ഇതാണിപ്പോൾ അവരുടെ വർത്തമാനം. ഞാൻ ചോദിച്ചു, മാഷേ ഡോക്ടറെ, നിങ്ങൾ ഇത് ആദ്യം ഉണ്ടാക്കിയത് മൂത്രത്തിൽ നിന്നല്ലേ? ഞങ്ങൾക്ക് അതേ വേണ്ടു. മൂത്രത്തിൽ ഈ ചർമ്മരോഗത്തെ, സോറിയാസിസിനെ, എക്സിമയെ, MG ശശി ഇവിടെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ എക്സിമ രോഗം കാരണം ഭാര്യ അടക്കം വീട്ടിൽ നിന്ന് പുറത്ത് പോയൊരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അത് മാറാൻ നിങ്ങൾക്ക് 50 കൊല്ലമായിട്ട് മാറാത്ത സോറിയാസിസ് യൂറിൻ തെറാപ്പി ചെയ്ത് മാറിയ അനുഭവങ്ങളുണ്ട്. ഇതേപോലുള്ളൊരു യോഗത്തിൽ കണ്ണൂർ വെച്ചിട്ട് ഡോക്ടർ വിശ്വനാഥൻ, യൂറിൻ തെറാപ്പിയുടെ ഒരു സെമിനാർ നടന്ന ഇതുപോലെ പരിപാടിയാണ്. അതേപോലെ അതേ സ്കൂളിൽ വെച്ചിട്ട് ഡോക്ടർ വിശ്വനാഥൻ വന്നിട്ട് പ്രസംഗിച്ചു 3 മണിക്കൂർ നേരം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആൾ എഴുന്നേറ്റ് വന്നു, സാർ ഞാൻ 25 കൊല്ലമായിട്ട് സോറിയാസിസ് ബാധിച്ച ഒരാളാണ്. ഇതുവരെയും ഞാൻ ശാസ്ത്രീയ മരുന്നുകൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, അങ്ങയുടെ മരുന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇന്ന് വരെയും എൻ്റെ രോഗം മാറില്ല. ഒന്ന് നോക്കൂ, അല്ല ഞാൻ പുറത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഷർട്ട് ഇടാതെ പോകാറില്ല. അത്രയും മാരകമായ രോഗമാണ്. ഇപ്പം ഞാൻ ഷർട്ട് അഴിച്ച് കാണിച്ചു തരാം. 6 മാസമായിട്ട് ഞാൻ യൂറിൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഹാളിൽ വെച്ചിട്ട് ഒരു പരിപാടി നടന്ന് കേട്ട അന്ന് മുതൽ ഒരു നയാ പൈസ എനിക്ക് ചിലവായിട്ടില്ല. നോക്കൂ, എൻ്റെ ശരീരത്തിലൊരു പാട് പോലും കാണാനില്ല. ഞാൻ ഈ കാര്യം ഡോക്ടർ വിശ്വനാഥനോട് ചോദിച്ചു, അത് ശരിയാണോ? ഫേസ്ബുക്കിൽ ചോദിച്ചാണ്. ശരിയാണോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താണ് പറഞ്ഞത്? എന്നാൽ കുടിച്ചോ എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, സാർ ഞാൻ 25 കൊല്ലമായിട്ട് മാറാത്ത യൂറിൻ തെറാപ്പി ആയിട്ട് ഒരു 6 മാസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്തിനാണ് ഇതിന് ഇത്ര മാത്രം വിമർശിക്കുന്നത്? അപ്പോൾ അത് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ. വേറൊരു BP പേഷ്യൻ്റ് ഇതേ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ കുടിച്ചോളൂ. ഒറ്റപ്പാലത്തുനിന്നേ വന്നിട്ട് എന്തിനാണ് സാർ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് 3 മണിക്കൂർ നേരം പ്രസംഗിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ ഏതാണ് ശാസ്ത്രീയം? ഈ 6 മാസം കൊണ്ട് രോഗം മാറിയതാണോ ശാസ്ത്രീയം? നിങ്ങൾ ചികിത്സയാണോ ശാസ്ത്രീയം? അതുകൊണ്ട് ഏതാണ് ശാസ്ത്രീയം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇത് പ്രകൃതി നൽകിയിരിക്കുന്ന ശാസ്ത്രീയതയാണ്. അതിനേക്കാളും വലിയ ഒരു സിന്തറ്റിക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോഴിവർ പറയും, മരുന്ന് വിഷത്തുനിന്ന് പോലും മരുന്നുണ്ടാക്കാം, പക്ഷേ അതൊന്നും നേരിട്ട് കഴിക്കുമോ, നിങ്ങൾ വിഷം നേരിട്ട് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഞാൻ നെല്ലിക്ക കഴിക്കാറുണ്ട്. നെല്ലിക്കയിൽ നിന്ന് നിങ്ങൾക്ക് മരുന്നുണ്ടാക്കാം, വിറ്റാമിൻ C ഒക്കെ ധാരാളം ഉണ്ടല്ലോ. തേനിൽ നിന്ന് മരുന്നുണ്ടാക്കാം, നെയ്യിൽ നിന്ന് മരുന്നുണ്ടാക്കാം. അപ്പോൾ മരുന്നുണ്ടാക്കുന്നതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? നെല്ലിക്ക കഴിക്കാൻ പാടില്ലേ? തേന് കഴിക്കാൻ പാടില്ലേ? നെയ്യ് കഴിക്കാൻ പാടില്ലേ? കഴിക്കാൻ പറ്റുന്നത് എന്തും കഴിക്കും. നിങ്ങൾ മലം കഴിക്കാനല്ലേ പറയുന്നത്? അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ക്യാപ്സ്യൂളിലാക്കി കൊടുത്തോളൂ. കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിൽ നമുക്കതിൽ വിരോധമൊന്നുമില്ല. രോഗം മാറുന്ന അങ്ങനെ മാറിക്കോട്ടെ. പക്ഷേ നിങ്ങൾ എതിർക്കാൻ വരരുത്. എന്ത് മൂത്രത്തെ എതിർത്തുകൊണ്ട് മലചികിത്സയുടെ പ്രാമാണ്യം അല്ലെങ്കിൽ ശാസ്ത്രീയത വിളിച്ചു പറഞ്ഞ് നമ്മൾ അവഹേളിക്കാൻ വേണ്ടിയിട്ട് വരരുത്. അത്രയേ ഉള്ളൂ. പിന്നെ ക്ലിനിക്കൽ ട്രയലുകളൊന്നും നടന്നിട്ടില്ല ഇതിൽ എന്ന് പറയുന്നു. ഡോക്ടർ ശിവാനന്ദം എന്ന് പറഞ്ഞ കർണാടകയിലെ ഒരു ഡോക്ടർ, അദ്ദേഹം അവിടെയുള്ള IMAയുടെ ജേണലിൽ, ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ അസോസിയേഷനാണ് ഈ IMA കർണാടക, അവരിലൊരു ജേണലിൽ ഒരു ലേഖനം, പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. എന്താണ്? ഞാൻ യൂറിൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ആസ്മ രോഗികളിലാണ് പരീക്ഷണം നടത്തിയത്. അത്ഭുതകരമാണ്. ഞാൻ ഇഞ്ചക്ഷൻ നടത്തുകയാണ് ചെയ്തത്. ഈ യൂറിൻ ഇഞ്ചക്ഷൻ നടത്തിയ സമയത്ത് ഇവരുടെ രോഗം പൂർണ്ണമായിട്ട് മാറിയതായിട്ട് പല ആളുകളിൽ ഞാനിത് പരീക്ഷിച്ചു. എല്ലാവരിലും രോഗം മാറുന്നു, ആസ്മ രോഗം മാറുന്നു. ഈ കാര്യമാണ് ഇദ്ദേഹം പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ക്ലിനിക്കൽ ട്രയലല്ലേ? ക്ലിനിക്കൽ ട്രയൽ ആരാണ് നടത്തേണ്ടത്? ശിവാനന്ദം 1970 കാലത്തോളം നടത്തി. അദ്ദേഹം ആത്മാർത്ഥമുള്ളൊരു മനുഷ്യനായിട്ട് ചെയ്തു. നിങ്ങളെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ശാസ്ത്ര ലോകം, ഗവൺമെൻറ്, കമ്പനികൾ എന്തുകൊണ്ട് ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നില്ല? നിങ്ങളല്ലേ നടത്തേണ്ടത്. കാരണം അത് നടത്തി വിജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് അപകടമാണ്. വിജയിച്ചാൽ മൂത്രത്തിൻ്റെ ഔഷധ ഗുണം അംഗീകരിക്കേണ്ടി വരും. തോറ്റാൽ കോടിക്കണക്കിന് രൂപ എന്തിന് ചിലവഴിക്കണം? വെറുതെ നഷ്ടമാവും. അതുകൊണ്ട് രണ്ടും ഗുണമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല. ഡോക്ടർ ഡോണോപോളസ് എന്താ ചെയ്തത്? ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം യൂറിയ, മൂത്രത്തിലുള്ള ഏറ്റവും പ്രധാന ഘടകമാണ് ആ യൂറിയ, ഉപയോഗിച്ച് എലികളിലും മനുഷ്യനിലും പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, യൂറിയ എന്ന് പറയുന്നത്
ക്യാൻസറിനെ ചെറുക്കാൻ കഴിവുള്ളൊരു ഘടകമാണ്. യൂറിൻ ഇഞ്ചക്ഷൻ ചെയ്ത് അതിൽ പോലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് യൂറിയ പുനരാകിരണം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കുന്ന സമയത്ത്, റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് യൂറിയയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്യാൻസറിനെ ചെറുക്കാൻ കഴിയും. ബ്രസ്റ്റ് ക്യാൻസറിന് അദ്ദേഹം പരീക്ഷണം നടത്തി, കരൾ ക്യാൻസറിന് പരീക്ഷണം നടത്തി. ഇതൊക്കെ തന്നെ വിജയകരമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഡോക്ടർ ഡേവിഡ് സ്പെക്ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അതിനുശേഷം അത് അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യൂറിയയെക്കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളെല്ലാം തിരുത്തപ്പെടുകയാണ്. അത് പഠിപ്പിക്കപ്പെടുന്നില്ല, അത് പഠിപ്പിക്കപ്പെടണം എന്നാണ് നമ്മൾ പറയുന്നത്. യൂറിയ രോഗാണു നാശിനിയാണെന്നും ക്യാൻസറിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാണെന്നും മുറിവുണക്കാൻ കഴിയുന്നതാണെന്നും ചർമ്മരോഗങ്ങളെ അകറ്റാൻ കഴിവുള്ളതാണെന്നും ഒക്കെ പറയുന്നു. ഗർഭസ്ഥ ശിശു യൂറിയ കഴിക്കുന്നുണ്ട്. യൂറിയ അടങ്ങിയ മൂത്രമാണ് കഴിക്കുന്നത്. ഗർഭിണിയുടെ ഗർഭാശയത്തിൽ മൂത്രത്തിൽ ഇരട്ടി യൂറിയ ഉണ്ടാകുന്നുണ്ട്. അവസാനമാകുമ്പോഴേക്ക് ആദ്യത്തെ ഉള്ളതിനേക്കാൾ ഇരട്ടിയാണ് യൂറിയ ഉണ്ടാകുന്നത്. അപ്പോൾ യൂറിയ അപകടകാരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവേണ്ടത് ഗർഭസ്ഥ ശിശുവിനാണ്. പക്ഷേ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രത്തിൽ യൂറിയയുണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ക്രിയാറ്റിനിൻ ഉണ്ട്. എന്നിട്ട് എന്താ അപകടം പറ്റാത്തത്? ഇനി നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു, മൂത്രം കുടിച്ചാൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. എത്ര കാലം കൊണ്ടാണ് ഈ അപകടം പുറത്തേക്ക് വരിക? ഞാൻ 21 കൊല്ലമായിട്ട് മൂത്രം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൊറാർജി ദേശായി എനിക്ക് തോന്നുന്നു 50 കൊല്ലത്തിൽ കൂടുതൽ മൂത്രം കുടിച്ചിട്ടുണ്ടാവാം. ഡോക്ടർ PK വാരിയർ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ നഗർ എന്ന് കൊടുത്തിരിക്കുന്നത്, ആയുർവേദാചാര്യനാണ്. അദ്ദേഹം 41 കൊല്ലക്കാലം മൂത്രം കുടിച്ചായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ഇനി എത്ര കാലം കൊണ്ടാണ് നിങ്ങൾക്ക് അപകടം ഉണ്ടാവേണ്ടത്? അവർക്കൊന്നും അപകടം ഉണ്ടായില്ലല്ലോ. അവരൊക്കെ ആരോഗ്യത്തോടുകൂടെ രോഗമില്ലാതെയാണല്ലോ മരിക്കുമ്പോഴും രോഗമൊന്നും ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും 100 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ മരിച്ചത്. മൊറാർജി 100ാമത്തെ വയസ്സിൽ മരിച്ചു, മറ്റാൾ 100 വയസ്സ് കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ പിന്നെ എത്ര കാലം കൊണ്ടാണ് നിങ്ങൾ ഈ അപകടമുണ്ടാകുമെന്ന് പറയുന്നത്? അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മൂത്രം വീണ്ടും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ രോഗം മാറുന്നത് എന്നുള്ളതിനെ പറ്റിയും ഇപ്പോൾ ഡോക്ടർ ഇയാളുടെ ഇവിടെ കോലാപ്പൂരുള്ള നിതിൻ പാട്ടീൽ അയാളുടെ വേറൊരാളുണ്ട്, നിതിൻ പാട്ടീലിൻ്റെ അനുജനുണ്ട്, സാരംഗ് പാട്ടീൽ. ഡോക്ടർ സാരംഗ് പാട്ടീൽ ഒരു ലേഖനം അതിനെപ്പറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് രോഗം മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ മൂത്രം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പുനരാകിരണങ്ങൾ നടക്കുകയാണ്. ഈ രോഗബാധിതമായിട്ടുള്ള കോശങ്ങൾ വിഘടിച്ചിട്ട് അത് എത്തേണ്ട സ്ഥലത്തെത്താതിരിക്കുക, ഡെസ്റ്റിനേഷനിലെത്താതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കരൾ രോഗമുള്ള ഒരാളെ സംബന്ധിച്ച്, ഹെപ്പറ്റൈറ്റിസ് രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള പിത്തരസം കുടലിലേക്ക് എത്താതിരിക്കുക, കുടലിലേക്ക് എത്തിയെങ്കിൽ ദഹനം നടക്കാതെ വരും, ദഹനക്കേട് വരും. അപ്പോൾ ഇതൊക്കെ രക്തത്തിൽ കലരുമ്പോൾ ആ രക്തത്തിൽ നിന്നുണ്ടാകുന്ന മൂത്രത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ മൂത്രം കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പുനരാകിരണം നടക്കുകയാണ്. ഈ പോഷകങ്ങളുടെ പുനരാകിരണം നടക്കുന്നു. അപ്പോൾ വിഘടിച്ച് ചെന്നിരിക്കുന്ന ഈ ടിഷ്യൂകൾ വിഘടിച്ച് പൂർവാവസ്ഥയിൽ, ഒറിജിനൽ അവസ്ഥയിലെത്തിയിരിക്കുന്ന അത് മൂത്രത്തിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് വീണ്ടും പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുതിയ കലകൾ ഉണ്ടാകുന്ന റീയൂസ് ചെയ്യുന്ന സമയത്ത്, റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് അത് വലിയ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നു. അപ്പോൾ ലിവർ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പിത്തരസം ചെറുകുടലിലെത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ദഹനക്കുറവുണ്ടാകുന്നു, അത് രക്തത്തിലെത്തുന്നു, മൂത്രത്തിലെത്തുന്നു. വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുനരാകിരണം സംഭവിക്കുന്നു. അതുപോലെ ഹോർമോണുകൾ പുനരാകിരണം സംഭവിക്കുന്നു. ഹോർമോണുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടൊരു സംഗതിയാണ്, വളരെ എനർജി ഉപയോഗിക്കേണ്ട സംഗതിയാണ്. അത് മൂത്രത്തിലുണ്ട് എന്ന് ഡോക്ടർ ജീൻ റൊസ്റ്റാൻഡ് കണ്ടെത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി മൂത്രത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഹോർമോൺ മൂത്രത്തിലുണ്ട്. ആ മൂത്രം വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഊർജം ശരീരത്തിന് ചെലവഴിക്കേണ്ടതില്ല. അത് പെട്ടെന്ന് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ശരീരത്തിന് വേണ്ടുന്ന ഊർജം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് വേണ്ട എനർജി ലഭിക്കുന്നു.
അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന, വൈകാരികതയെ സ്വാധീനിക്കുന്ന, മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്ന ഹോർമോണുകൾ, മെലാറ്റോണിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്നത് അതുപോലുള്ള ഹോർമോണുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുനരാകിരണം നമ്മുടെ ആരോഗ്യത്തെ, ആരോഗ്യ സംവിധാനത്തെ, പ്രതിരോധ സംവിധാനത്തെ ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇത് മസാജ് ചെയ്യുന്ന സമയത്ത് പഴകിയ യൂറിൻ പഴകുന്തോറും അതിൽ സ്റ്റെം സെല്ലുകൾ കൂടിക്കൂടി വരുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് പുതിയൊരറിവാണ്. അപ്പോൾ ആ പഴകിയ യൂറിൻ ശരീരത്തിൽ മസാജ് ചെയ്യുമ്പോൾ ദഹന വ്യവസ്ഥയിലൂടെ ചെറിയ അളവിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ പോലും നശിക്കാതെ നമുക്ക് നേരിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതിനെ മസാജ് ചെയ്യുന്ന സമയത്ത് അതിന് വളരെയധികം പ്രയോജനമുണ്ട്. നമ്മൾ കുടിക്കുന്നത് മാത്രമല്ല, അപ്പോൾ മൂത്രം കുടിക്കുക എത്ര നേരം കുടിക്കാമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറും ഗർഭസ്ഥ ശിശു കുടിച്ചിട്ടുണ്ട്. അതിന് അപകടമില്ല, നമുക്കും അപകടമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഡോസിനെ കുറിച്ചൊന്നും ആരും ബേജാറാവേണ്ട കാര്യമില്ല. ഒരു തവണ, പ്രത്യേകിച്ച് അസുഖമില്ലാത്ത ആൾ ഒരു തവണ കഴിക്കാം, പിന്നീട് 2, 3, 4 തവണയോ. രോഗികൾ കൂടുതൽ തവണ കഴിച്ചാലും മുഴുവൻ കുടിച്ചാലും അതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല. ക്യാൻസർ പോലുള്ള രോഗമുള്ള ആൾക്കാർ മുഴുവനായിട്ട് കുടിക്കുക. അപ്പോൾ ഹോർമോണുകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടാകുന്ന ഗുണങ്ങൾ, അതുപോലെ എൻസൈമുകൾ പുനരാഗിരണം ചെയ്യപ്പെടുന്ന ഗുണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യൂറോകൈനേസ് ഒരു എൻസൈമാണ്. എൻസൈംസ് ഓഫ് അമേരിക്കയാണ് അത് മരുന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യൂറോകൈനേസ് പുനരാഗിരണം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലോക്ക് മാറി എന്നൊക്കെ പറഞ്ഞ സംഗതികൾ അതിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് ഈ മൂത്രത്തെക്കുറിച്ച് പഠനം നടത്തിയ അമേരിക്കയിലെ സയൻറ്റിസ്റ്റുകൾ ഈ എൻസൈംസ് ഓഫ് അമേരിക്കയോട് പറഞ്ഞത്, നിങ്ങൾ ഒരു സ്വർണ്ണ ഖനിയുടെ മേലെയാണ് ഇരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർണ്ണമാണ് നിങ്ങൾ ഖനനം ചെയ്യാൻ പോകുന്നത്. മൂത്രത്തിൽ നിന്ന് മരുന്നുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വർണ്ണ ഖനി കിട്ടിയിരിക്കുകയാണ് എന്ന് അവിടുത്തെ അന്നത്തെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൂത്രത്തിൽ നിന്ന് മരുന്നുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും പോർട്ടാ ജോൺ കമ്പനി വ്യാപകമായിട്ട് മനുഷ്യമൂത്രം സംഭരിക്കാൻ തുടങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വർണ്ണ ഖനിയിലാണ് നിങ്ങളുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ യൂറിയ പുനരാഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രസവത്തിന് 2 മാസം മുമ്പ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ യൂറിയ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ശരീരത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കാൻ ഈ യൂറിയയുടെ പ്രവർത്തനത്തിലൂടെ സഹായകരമാകും. അതുപോലെ ഇപ്പോൾ കുടലിൽ ബാക്ടീരിയകളുണ്ട് എന്നുള്ളത് നമ്മുടെ അരവിന്ദാക്ഷ സാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് മിത്ര ബാക്ടീരിയകളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും കുടലിലുള്ള ബാക്ടീരിയകൾ ഈ യൂറിയയെ സ്പ്ലിറ്റ് ചെയ്ത് വിഘടിച്ചിട്ട് അത് അമോണിയയാക്കി മാറ്റും. അമോണിയ അപകടകരമാണെന്ന് പറയാറുണ്ട്, പക്ഷേ അത് കൂടിപ്പോയാൽ അപകടകരമാണ്. പക്ഷേ അത് ചെറിയ തോതിൽ നമ്മുടെ രക്തത്തിൽ കലരുമ്പോൾ രക്തത്തിൻ്റെ pH വാല്യൂ ഉയരുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ഷാരഗുണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അമ്ലഗുണം പോയിട്ട് ക്ഷാരഗുണം കൂടി വരുന്നു. ലിവറിലെത്തുന്ന സമയത്ത് ഈ അമോണിയയെ വീണ്ടും കുടലിൽ നിന്നുണ്ടായ അമോണിയ ലിവറിലെത്തുമ്പോൾ അവിടുന്ന് ലിവർ എന്ത് ചെയ്യുന്നു, ഈ അമോണിയയെ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഈ അമോണിയ വീണ്ടും യൂറിയയായിട്ട് മാറുന്നു, ശരീരത്തിന് ആവശ്യമുള്ളൊരു പദാർത്ഥമാക്കി മാറ്റുന്നു. അതിലൊരു ഘടകത്തെ ഈ അമോണിയ ഗ്ലൂട്ടാമിൻ ആക്കി മാറ്റുന്നു. ഡോക്ടേഴ്സിന് അറിയാം ഗ്ലൂട്ടാമിൻ്റെ പ്രാധാന്യം. ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നതും ഈ യൂറിയയുടെ ട്രാൻസ്മ്യൂട്ടേഷൻ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വിശിഷ്ടമായൊരു സംഗതിയാണ് ഈ ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയയിൽ നിന്നെയാണ് ഈ യൂറിയയിൽ നിന്നൊക്കെയാണ് ഈ ഗ്ലൂട്ടാമിൻ ഉണ്ടായി മാറുന്നത്. അതൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. അതുപോലെ ഈ അമോണിയക്ക് ആൻറ്റി വൈറൽ സ്വഭാവമുണ്ട്. വൈറസിനെ ചെറുക്കാനുള്ള കഴിവ് അതിനുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കും പോലെയല്ല. നമ്മുടെ ശരീരത്തിനകത്തേക്ക് യൂറിൻ ചെല്ലുന്ന സമയത്ത് അവിടെ വലിയ 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 മാറ്റങ്ങൾ, പലതരത്തിലുള്ള കൺവേർഷൻ ഇതൊക്കെ ഇതിന് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെയിൻ സർജറിയൊക്കെ നടത്തേണ്ടി വരുമ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള പല ഡോക്ടേഴ്സും വിദേശത്തും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. യൂറിയ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ യൂറിൻ തന്നെ ഇഞ്ചക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപകടകരമല്ലാത്ത രീതിയിൽ അത് മാറുന്നു. ഹൈ ഡോസ് യൂറിയ കൊടുക്കുമ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ട് മാറുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാണോപോളസിൻ്റെ ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുള്ളതാണ്.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യൂറിയ ഈ സലൈൻ സൊല്യൂഷനിൽ ഉപ്പുവെള്ളത്തിൽ കലക്കിയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്കിൻ ക്യാൻസറിനെയും ബ്രസ്റ്റ് ക്യാൻസറിനെയും ഒക്കെ തന്നെ തടയുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യേണ്ടതില്ല. നേരിട്ട് യൂറിൻ കഴിച്ചാൽ മതി. യൂറിനും ഒരു സലൈൻ സൊല്യൂഷനാണ്. അപ്പോൾ അതിനകത്ത് യൂറിയയുണ്ട്, എല്ലാം അതിനകത്ത് തന്നെ ഉള്ള സാധനമാണ്. അപ്പോൾ ലിവർ ക്യാൻസർ അതിലൂടെ മാറിയതായിട്ട് പറയുന്നു. ഇപ്പോൾ യൂറിയയും ക്രിയാറ്റിനിൻ ഹൈഡ്രേറ്റും കലർത്തിയിട്ട് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ മൂത്രത്തിലുള്ള സംഗതിയാണ്. ഇതിനൊക്കെ തന്നെ ക്യാൻസറിന് വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ ത്വരിതഗതിയിലാകും. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതൽ വേഗത്തിൽ നടക്കും. ദഹന വ്യവസ്ഥയിലൂടെ നഷ്ടപ്പെടാനുള്ള ചില സാധനങ്ങൾ ഒഴിവാക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ യൂറിയ ഉപയോഗിച്ചിട്ട് യൂറിയയെ കുറ്റം പറയുന്ന ആളുകൾ തന്നെ ഈ മോഡേൺ മെഡിസിൻ അല്ല കുറ്റം പറയുന്നതെന്നുള്ള ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ മോഡേൺ മെഡിസിനെതിരല്ല. മോഡേൺ മെഡിസിൻ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥ സത്യസന്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതില്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഇല്ലെങ്കിൽ എനിക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രത്തെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ശാസ്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഇവിടെയുള്ള വൻകിട കോർപ്പറേറ്റ് മരുന്ന് കമ്പനികളും ഹോസ്പിറ്റലുകളും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഡോക്ടർമാരും എല്ലാം കൂടിയിട്ടാണ് ഈ മോഡേൺ മെഡിസിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് യൂറിയ അപകടകരമാണെന്ന് പറയുന്നവർ തന്നെ എന്ത് ചെയ്യുന്നു? ഈ യൂറിയ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നു. എച്ച് ഐ വിക്കുള്ളൊരു പ്രധാനപ്പെട്ട മരുന്നാണ് റിട്ടോനവീർ എന്ന് പറയുന്നത്. റിട്ടോനവീർ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം യൂറിയയാണ്. നിങ്ങൾ യൂറിയ വളരെ മോശമാണെന്ന് പറയുന്ന ആൾക്കാർ, വിഷമാണെന്ന് പറയുന്ന ആൾക്കാർ മരുന്നുണ്ടാക്കി ഈ എച്ച് ഐ വിക്കുള്ള വലിയൊരു മരുന്നുണ്ടാക്കുന്നുണ്ടല്ലോ. സോറാഫെനിബ് കിഡ്നി, ലിവർ, തൈറോയിഡ്, ക്യാൻസറിനുള്ള ഒരു വലിയ മരുന്നായിട്ട് അതിലും ഉള്ളത് യൂറിയയാണ്. ബോസാപ്രവീർ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന രോഗത്തിനെതിരെ കൊടുക്കുന്ന മരുന്നാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. പ്രമേഹത്തിനുള്ള മരുന്ന് എന്താണ്? ഗ്ലൈബൻ ക്ലമൈഡ്. അത് പ്രധാന ഘടകം യൂറിയയാണ്. അപ്പോൾ യൂറിയ പ്രമേഹത്തെയും ഇല്ലാതാക്കാൻ കഴിയുന്നല്ലേ അർത്ഥം. അപ്പോൾ നേരിട്ട് നമ്മുടെ യൂറിനകത്ത് തന്നെ ഈ പ്രമേഹത്തെ ഇല്ലാതാക്കുന്ന യൂറിയ ഉണ്ടല്ലോ. അത് പുറമെ മറ്റു പല ഇൻസുലിൻ ഉണ്ടല്ലോ. ഇതിൻ്റെ ഒക്കെ പ്രവർത്തനത്തിലൂടെയാണ്. കാർബോൾ എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. അത് യൂറിയയാണ് അതിലുള്ള പ്രധാന ഘടകം. എക്സിമ, സോറിയാസിസ് ഒക്കെ ഉള്ള മരുന്നാണ് ഈ കാർമോൾ എന്ന് പറയുന്നത്. വാനബൈഡ് ക്രീം ചർമ്മരോഗത്തിലുള്ളൊരു മരുന്നാണ്. ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ വിറ്റഴിക്കുന്ന സാധനമാണ്. ചർമ്മരോഗത്തിലുള്ള യൂറിയയാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഘടകം. പിന്നെ നിങ്ങളെന്തിനാണ് യൂറിയയെ കുറ്റപ്പെടുത്തുന്നത്? യൂറിയ അകത്ത് ചെന്നുക ഭയങ്കര മാരകമാണ്, അപകടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ആർക്കും യാതൊരു അപകടവും ഇതുപോലെ ഉണ്ടായിട്ടില്ല. അതുപോലെ എങ്ങനെയാണ് ഈ രോഗം മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജപ്പാനിലെ ഡോക്ടർ റിയാവോച്ചി നക്കാവോ എന്നുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർ നടത്തിയ പരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും എന്താണെന്നുള്ളത് കൂടി ഈ വിമർശകന്മാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ജപ്പാനിൽ വളരെ കാലം മുമ്പ് തന്നെ യൂറിൻ കഴിക്കുന്ന ആളുകളുള്ള രാജ്യമാണ് ജപ്പാൻ. ഏത് രാജ്യത്താണ് ഇല്ലാത്തത്? ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ശിവാംബു കൽപ്പവിധി 3000-3500 കൊല്ലം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ വളരെ പൗരാണിക കാലം മുതലുണ്ട്. ചൈനയിൽ വളരെ പൗരാണിക കാലം മുതലുണ്ട്. മുട്ട മൂത്രത്തിൽ പുഴുകി വിൽപ്പന നടത്തുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ സ്വയം കഴിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജപ്പാൻ. ജർമ്മനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 20-ൽ ഒരാൾ മൂത്രം കുടിക്കുന്നുണ്ട്. അമേരിക്കയിൽ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും മൂത്രത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. ഇതറിവില്ലാത്ത കുറേ കൂപമണ്ഡൂകങ്ങളായിട്ടുള്ള കുറേ യൂട്യൂബർമാർക്കും കുറേ യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാക്കാതെ ചിന്തിക്കാതെ നടക്കുന്ന കുറേ ആളുകൾക്കും അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് അത് മനസ്സിലാക്കാതെ പോകുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ റിയാവോച്ചി നക്കാവോ പറഞ്ഞത്, നമ്മൾ മൂത്രം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, കിഡ്നിയിൽ മൂത്രസഞ്ചിയിൽ മൂത്രം, പിന്നെ അതിനൊക്കെ ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഡോക്ടർ റിയാവോച്ചി നക്കാവോ പറഞ്ഞത്, മൂത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് റീസൈക്കിൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്. റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിലൂടെ കടന്നു പോകുമ്പം തൊണ്ടയിലെ സെൻസർ ഓർഗൻസ് അതിന് ഒരു സന്ദേശം മസ്തിഷ്കത്തിലേക്ക് കൊടുക്കുകയും മസ്തിഷ്കം അതിൽ ഒരു സിഗ്നലുകൾ വഴി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശം അയക്കുകയും രോഗബാധിതമായുള്ള
കോശങ്ങളെയൊക്കെ തന്നെ ചെറുക്കുന്നതിന്, ശരീരത്തിന് ഊർജം നൽകുകയും പ്രതിരോധ സംവിധാനത്തെ ഇളക്കി വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സ് ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഇനിയും വരട്ടെ. റിയാവൂച്ചി നക്കാവോ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവിടെയുള്ള പുതിയ ഗവേഷകന്മാർക്ക് ഇത് പരീക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ പരീക്ഷണം നടത്തിക്കൂടാ? നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നാസ ബഹിരാകാശ സഞ്ചാരികൾ മൂത്രം കുടിക്കട്ടെ എന്ന് പറയുന്നത്. മൂത്രം ആണ് ബഹിരാകാശ സഞ്ചാരി, കുടിവെള്ളം കിട്ടില്ല. അപ്പോൾ കുടിവെള്ളത്തിന് പകരം മൂത്രം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ബെൽജിയത്തിൽ മൂത്രത്തിൽ നിന്ന് മദ്യം അല്ല ബിയർ ഉണ്ടാക്കുന്നു. പല രീതിയിൽ വിൽപ്പന നടത്തുന്ന സംഗതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാസ പരീക്ഷണം, ചിലർ ചോദിക്കണം നാസയുടെ ജോലി നിങ്ങളെ മൂത്രം പരീക്ഷിക്കലല്ല, അത് ബഹിരാകാശ ഗവേഷണം നടത്തുന്ന ഭയങ്കര സ്ഥാപനമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ എന്തിനാണ് അവർ നടത്തിയത്? ബഹിരാകാശ സഞ്ചാരികൾക്ക് ജീവിക്കണ്ടേ, ബഹിരാകാശത്ത് ജീവിക്കണ്ടേ, അവർക്ക് വെള്ളം കുടിക്കണ്ടേ? ആ കുടിവെള്ളത്തിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ മൂത്രം ഉപയോഗിച്ചിട്ട് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാമോ എന്നുള്ള പരീക്ഷണം നടത്തിയിട്ടാണ് അവർ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ആവശ്യബോധമുള്ള ശാസ്ത്രജ്ഞന്മാർ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയതയെ വിളംബരം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് കാണിക്കേണ്ടി വരുന്നത്. ഇത് കൺസീൽഡ് ട്രൂത്താണ്. ദ ട്രൂത്ത് ഈസ് കൺസീൽഡ്. നമ്മളെന്താണ് ചെയ്യുന്നത്? യൂറിൻ തെറാപ്പി പ്രചാരണത്തിലൂടെ ദ ട്രൂത്ത് ഈസ് ഡിസ്ക്ലോസ്ഡ്. കൺസീൽഡ് ആയിട്ടുള്ള ഒരു ട്രൂത്തിനെ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു കൃത്യമാണ്, കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയമായി കാണില്ലേ? അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇനി ഇത് ഒരു വിത്ത് പാകൽ മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇത് ഒരു വിത്തായിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ മുളച്ച് വരട്ടെ. നിങ്ങളുടെ ഓരോ ഗ്രാമത്തിലും, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളുടെ ഓരോ ഗ്രാമത്തിലും ഓരോ സെമിനാർ വെക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. ആ ധൈര്യം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ യൂറിൻ തെറാപ്പി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. നേരത്തെ പി എൻ ദാസ് എന്നോട് പറയുന്നു, അങ്ങനെ ഞങ്ങൾ 1-2 പേര് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളുണ്ടായി. അങ്ങനെ പതുക്കെയാണ് 2002 തുടങ്ങിയത്. ഇപ്പോൾ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാലാവസ്ഥ മോശമായതുകൊണ്ടൊക്കെ വരാതിരുന്നു. പക്ഷേ എന്നാലും ഇന്നത്തെ ഇത് ഇത്രയും വലിയ ഒരു നന്മ ചെയ്യുന്ന ദിവസമായതുകൊണ്ട് മഴയൊക്കെ മാറി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഒരു സെമിനാർ വീതം ഇത് സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.